ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അവിവേകഃ പരമ ആപദാം പദം. നോക്കിയാലോ. അപ്പം നമുക്ക് നോക്കാം. ഋച വ്യോമ ഏകം പ്രശ്നം പൃച്ഛാമി. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ക സഹ പശുഹു യ സർപ്പസ്യ ശത്രു. അത് ഏത് മൃഗമാണ് സർപ്പത്തിൻ്റെ ശത്രുവായിട്ടുള്ളത്? അതായത് ഋച വ്യോമനോട് ചോദിക്കുകയാണ്, സർപ്പത്തിൻ്റെ ശത്രുവായ മൃഗം ഏതാണ്? വ്യോമഃ വ്യോം പറഞ്ഞു, ഋചേ ഗരുഡഃ സർപ്പം ഭക്ഷയതി. ഋചേ ഗരുഡൻ സർപ്പത്തെ ഭക്ഷിക്കുന്നു. മയൂരഃ അപി അഹിഭുക് കഥ്യത്തെ. മയിലാണേലും അഹിഭുക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സർപ്പത്തിനെ ഭക്ഷിക്കുന്നവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഋച വ്യോമ ഏതോ തു ഖഗൗ ന തു പശു. ഇതാണൽ പക്ഷികളല്ലേ, മൃഗമല്ലല്ലോ. വ്യോമഃ ആട്ടെ വ്യോം എന്താ പറഞ്ഞേ? ആം ജ്ഞാതം, അറിയാം. ഏഷഃ നകുലഃ സർപ്പസ്യ ശത്രുഃ യസ്യ ചിത്രം അത്ര ദത്തം. ഈ കീരിയാണ് പാമ്പിൻ്റെ ശത്രു. അതാണ് ഇവിടെ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഋച ഇദാനിം വദ കിം അസ്യാം കഥയാം സർപ്പഃ ബാലം ദശതി അഥവാ നകുല സർപ്പം മാരയതി. ഇനി പറ, ഈ കഥയിൽ സർപ്പം കുട്ടിയാണോ കൊത്തുന്നത് അതോ കീരി പാമ്പിനെയാണോ കൊല്ലുന്നത്? വ്യോമഃ ആട്ടെ വ്യോം എന്താ പറഞ്ഞേ? ഏതത്തു കഥാം പഠിത്വാ ഏവ ജ്ഞാസ്യാമഃ. അതാണേൽ കഥ വായിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ, അറിയാൻ സാധിക്കൂ. പരന്തു പ്രഥമം ഏതത് വദ. പക്ഷേ ആദ്യം ഇത് പറ. കുതഃ ഗൃഹീത ഏഷാ കഥ. എവിടെ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത്? ഋച മമ ആചാര്യ കഥയത് ഏഷാ കഥ ഹിതോപദേശാത് ഗൃഹീത. എൻ്റെ ടീച്ചർ പറഞ്ഞിരുന്നത് ഈ കഥ ഹിതോപദേശത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നതെന്നാണ്. തത്ര അതിൽ അനേകാഹ മനോരഞ്ജകാഹ നീതികഥാഹ സന്തി. അതിൽ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നീതികഥകളും ഉണ്ട്. വ്യോമഃ പാഠം പാഠം പഠിത്വാ തവ പ്രശ്നസ്യ ഉത്തരം ദാസ്യാമി. ശരി, പാഠം വായിച്ചിട്ട് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഋച ശോഭനം ശരി. അധുന പാഠം പഠാമഃ. ഇനി പാഠം വായിക്കാം. അസ്തി ഉജ്ജയിന്യാം മാധവഃ നാമ വിപ്രഃ. ഉജ്ജയിനി നഗരത്തിൽ മാധവ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഏകദാ ഒരു വട്ടം തസ്യ ഭാര്യ അയാളുടെ ഭാര്യ സ്വബാലാപത്യസ്യ സ്വന്തം കുഞ്ഞിൻ്റെ ചെറുമകൻ്റെ രക്ഷാർത്ഥം രക്ഷയ്ക്കായിട്ട് തം അവസ്ഥാപ്യ അയാളെ ഏൽപ്പിച്ചിട്ട് സ്നാതും ഗത കുളിക്കാനായി പോയി. അഥ അപ്പോൾ ബ്രാഹ്മണഃ രാജ്ഞാ ബ്രാഹ്മണൻ രാജാവാൽ ശ്രാദ്ധാർത്ഥം കഴിക്കാനായിട്ട് നിമന്ത്രിതഃ വിളിക്കപ്പെട്ടു. അതായത് അപ്പോഴാണ് ബ്രാഹ്മണനെ രാജാവ് കഴിക്കാനായിട്ട് വിളിപ്പിച്ചത്. ബ്രാഹ്മണഃ ബ്രാഹ്മണൻ സഹജദാരിദ്ര്യാത് പോവർട്ടി കാരണം അചിന്തയത് ചിന്തിച്ചു. എന്താ ചിന്തിച്ചേ? യദി സത്വരം നാഗച്ഛാമി തർഹി അന്യഃ കശ്ചിത് ശ്രാദ്ധാർത്ഥം വ്രതഃ ഭവേത്. ഇനി ഞാൻ നേരത്തെ പോയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെയെങ്കിലും കഴിക്കാനായിട്ട് വിളിപ്പിച്ചേക്കാം. യതഃ എന്താണെന്ന് വെച്ചാൽ ആദാനസ്യ പ്രധാനസ്യ കർത്തവ്യസ്യ ച കർമ്മണഃ ക്ഷിപ്രമക്രിയമാണസ്യ കാലഃ പിബതി തദ്രസം. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അന്വയം ഒന്ന് നോക്കാം. ആദാനസ്യ പ്രധാനസ്യ ക്ഷിപ്രം അക്രിയമാണസ്യ ച കർത്തവ്യസ്യ കർമ്മണഃ തദ്രസം കാലഃ പിബതി. അതായത്
ആദാനസ്യ പ്രദാനസ്യ കൊടുക്കൽ വാങ്ങൽ, അതായത് ഇടപാടുകളും പ്രവർത്തികളും കൃത്യസമയത്ത് ചെയ്തില്ല എങ്കിൽ സമയം അവയുടെ പ്രാധാന്യം നശിപ്പിക്കും. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല. കിന്തു പക്ഷേ ബാലസ്യ കുട്ടിയുടെ അത്ര ഇവിടെ രക്ഷകഃ നാസ്തി രക്ഷകനില്ല. പക്ഷേ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല. തത് കിം കരോമി അപ്പം എന്താ ചെയ്യുക എന്നാരാ ചിന്തിക്കുന്നേ? ബ്രാഹ്മണൻ ചിന്തിക്കുകയാണ്. ഭവതു ചിരകാലപാലിതം ഇമം പുത്രനിർവിശേഷം നകുലം ബാലരക്ഷായാം വ്യവസ്ഥാപ്യ ഗച്ഛാമി. അങ്ങനാണേൽ കുറേ കാലം തൊട്ടേ ഒരു മകനെ പോലെ പരിപാലിച്ചു വരുന്ന കീരിയെ കുട്ടിയുടെ രക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാം എന്നാര് കരുതാണ്? ബ്രാഹ്മണൻ കരുതി. തഥാ കൃത്വാ ഗതഃ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അതായത് കുട്ടിയെ കീരിയെ ഏൽപ്പിച്ച് ബ്രാഹ്മണൻ യാത്രയായി. തതസ്തേന നകുലേന ബാലസമീപം ഉപസർപ്പണ കൃഷ്ണസർപ്പഃ ദൃഷ്ടഃ. അപ്പോൾ കീരിയാൽ കുട്ടിയുടെ സമീപം പോകുന്ന കൃഷ്ണസർപ്പത്തെ ദൃഷ്ടഃ കണ്ടു. അപ്പോഴാണ് കീരി കുട്ടിയുടെ അടുത്തേക്ക് പോകുന്ന കൃഷ്ണസർപ്പത്തിനെ, അതായത് സർപ്പത്തിനെ കണ്ടത്. സതം വ്യാപാദ ഖണ്ഡശഃ കൃത്വാൻ. അപ്പോൾ എന്താ പറ്റിയേ? കീരി പാമ്പിനെ കൊന്നിട്ട് തുണ്ടം തുണ്ടമാക്കി. അത്രാന്തരേ ബ്രാഹ്മണോ അപ്പി ശ്രാദ്ധം ഗൃഹീത്വാ ഗൃഹം ഉപാവൃതഃ. അതിൻ്റെ ഇടയിൽ ബ്രാഹ്മണനും ആഹാരം ഗ്രഹിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ബ്രാഹ്മണം ദൃഷ്ട്വാ നകുലഃ ബ്രാഹ്മണനെ കണ്ട കീരി രക്തവിലിപ്ത മുഖപാദഃ തസ്യ ചരണയോഃ അലുട്ടത്. രക്തത്താൽ മുങ്ങിയ, അതായത് മുഖവും പാദങ്ങളുമെല്ലാം രക്തം കൊണ്ട് മുങ്ങിയിട്ട് തസ്യ ചരണയോഃ മുങ്ങിയ കീരി അയാളുടെ കാലിൽ അലുട്ടത്, അതായത് റോള് ചെയ്തു. വിപ്രഃ തഥാവിധം തം ദൃഷ്ട്വാ ബ്രാഹ്മണൻ ആ വിധം കീരിയെ കണ്ടപ്പോൾ ബാലകോ അനേന ഖാദിതഃ ഇതി അവധാര്യ കുഞ്ഞിനെ ഇത് കഴിച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ച് കോപത്താൽ നകുലം വ്യാപാദിത്വാൻ കീരിയെ കൊന്നുകളഞ്ഞു. അനന്തരം അതിനുശേഷം യാവത് ഉപസൃത്യ അപത്യം പശ്യതി. അതിനുശേഷം യാവത് ഉപസൃത്യ അപത്യം പശ്യതി എപ്പോഴാണോ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ കണ്ടത് താവത് അപ്പോൾ ബാലകഃ സുസ്ഥഃ സർപ്പശ്ച വ്യാപാദിതഃ തിഷ്ഠതി. കുഞ്ഞാണെങ്കിലോ ഒരു കുഴപ്പവും ഇല്ലാണ്ടിരിക്കുന്നു, വെരി ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കണു. പാമ്പാകട്ടെ മരണപ്പെട്ടതായും കണ്ടു. തതഃ അപ്പോൾ തം ഉപകാരകം നകുലം ആ ഉപകാരിയായ നകുലം, അതായത് കീരിയെ മൃതം നിരീക്ഷ്യ മരണപ്പെട്ടതായി കണ്ട് ആത്മാനം മൂഷിതം സ്വയമേവ തന്നെ എന്താണ് എല്ലാം നഷ്ടപ്പെട്ടല്ലോ മന്യമാനഃ എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണൻ പരം വിഷാദം അഗച്ഛത് ഏറെ സങ്കടത്തിലായി. അത ഉച്യത്തെ അതുകൊണ്ടാണ് പറയാറ് സഹസാ വിദധീത ന ക്രിയാം അവിവേകഃ പരമ ആപദാം പദം വൃണത്തെ ഹി വിമർശകാരിണം ഗുണലുബ്ധാഃ സ്വയമേവ സമ്പദഃ. ഈ ശ്ലോകത്തിൻ്റെ അന്വയൊന്ന് നോക്കാം. ക്രിയാം സഹസ ന വിദധീത് അവിവേകഃ പരം ആപദാം പദമസ്തി ഗുണലുബ്ധാഃ സമ്പദഃ സ്വയം ഏവ വിമർശകാരണം നരം ഹി വൃണത്തെ.
അതായത് ഒന്നും ചിന്തിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ വിവേകമില്ലായ്മ വലിയ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തും. ഗുണലുബ്ധാഃ സമ്പദഃ സ്വയം ഏവ വിമർശകാരണം നരം ഹി വൃണത്തെ. ഗുണങ്ങളിൽ ആകൃഷ്ടയായി സമ്പത്ത് സ്വയമേവ തന്നെ ചിന്തിച്ചു പ്രവർത്തിക്കുന്ന ഗുണലുബ്ധാഃ സമ്പദഃ സ്വയം ഏവ. ഗുണങ്ങളിൽ ആകൃഷ്ടയായ ലക്ഷ്മി ദേവി അതായത് സമ്പത്ത് സ്വയമേവ തന്നെ വിമർശകാരണം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന നരം മനുഷ്യനെ ഹി വൃണത്തെ മനുഷ്യനെ തന്നെ പ്രിഫർ ചെയ്യുന്നു, അതായത് ചൂസ് ചെയ്യുന്നു. അതായത് ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലോ അവരോടൊപ്പം ലക്ഷ്മി ദേവി അതായത് സമ്പത്ത് തുണയായി ഉണ്ടാകും. അതുപോലെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.